ഓരോ അർജന്റീന ആരാധകരെയും ഒരുപോലെ ആവേശപ്പെടുത്തുന്നതും അവരെ ഏറെ സന്തോഷപ്പെടുത്തുന്നതുമായ ഒരു ദിവസം തന്നെയായിരിക്കും ഈ ഒരു ദിവസം. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള അവസാന ഫ്രണ്ട്ലി മാച്ച് ഇന്നായിരുന്നു. ഐസ്ലാൻഡുമായുള്ള അർജന്റീന മത്സരം അർജന്റീന 3 ഗോളിന് വിജയിക്കുകയാണ്. ഈ ഒരു വിജയം അർജന്റീനക്ക് വേൾഡ് കപ്പിന് മുമ്പുള്ള ഒരു ആശ്വാസവുമായ ഒരു അനുകൂലവുമായ ഒരു മത്സരം തന്നെയാണിത്. ഈ ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 3 മണിക്കൂർ മുമ്പ് ഗ്രൗണ്ട് മൊത്തം ഐസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അത് ക്ലീനാക്കിയിട്ടാണ് ഈ ഒരു മത്സരം ആരംഭിച്ചത്. അർജന്റീനയുടെ ഇലവ നോക്കുകയാണെങ്കിൽ നിക്കോ പാസ്, സിമിയോണി, പലാസിയോസ്, ലോസെൽസോ, ഒട്ടമെൻഡി, ലിസാൻഡ്രോ മാർട്ടിനസ്, ബാക്കിയുള്ള പ്രമുഖ താരങ്ങളില്ലാതെയാണ് ആദ്യ പകുതി അർജന്റീന മത്സരിക്കുന്നത്. മത്സരത്തിൻ്റെ 8-ാം മിനിറ്റിൽ ഫ്രീ കിക്കിൽ ക്ലിയർ ചെയ്ത് വിട്ട പന്തിനെ ബാർക്കോയുടെ ഒരു ഇടങ്കാലൻ ഷോട്ട് അതെ ഗോൾ കീപ്പറിനെ മറികടന്ന് നെയ്ലോൺ വലകളെ ചുംബിപ്പിക്കുകയാണ് ആ ഒരു ഷോട്ട്. അതെ, അർജന്റീന ആരാധകരെ ഏറെ ആവേശപ്പെടുത്തുന്ന ഒരു നിമിഷം തന്നെയാണത്. മെസ്സി കഴിഞ്ഞ പിന്നെ വളർന്നു വരുന്ന ഒരു മികച്ച താരങ്ങളിൽ ഒരു താരമാണ് ബാർക്കോ എന്ന ഈ ഒരു യങ് പ്ലെയർ. നിക്കോബാസിന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. അനായാസം വിദൂരങ്ങളിലൂടെ ആ ഒരു പന്ത് പുറത്തേട്ടു പോവുകയാണ്. മത്സരം അങ്ങനെ 1-0 എന്ന സ്കോറിൽ മുന്നോട്ടു പോവുകയാണ്. ആദ്യ പകുതിയിൽ പിന്നീട് ഇരു ടീമിനും വലിയ മുന്നേറ്റങ്ങളൊന്നും വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. 2-ാം പകുതി ആരംഭിക്കുന്നതും പ്രമുഖ താരങ്ങളായ ലൗതാരോ മാർട്ടിനസ്, ക്രിസ്ത്യൻ റൊമേറോ, ഡിപോൾ, അങ്ങനെ അൽമാഡ അങ്ങനെ തുടങ്ങിയ താരങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷനായി ഇറങ്ങുകയാണ്. പുറത്ത് ലയണൽ മെസ്സി വാമപ്പ് ചെയ്യുന്നത് നമുക്കേവർക്കും കാണാവുന്നതാണ്. ഓരോ അർജന്റീന ആരാധകരും അതല്ലെങ്കിൽ ആ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന എല്ലാ ആരാധകരും ആർപ്പു വിളിച്ച ഒരു നിമിഷം തന്നെയായിരുന്നത്. ഇവിടെ മക്കാലിസ്റ്ററിന് ഒരു ഈസി ചാൻസ് ലഭിക്കുകയാണ്. പക്ഷേ അത് നിർഭാഗ്യവശാൽ പോസ്റ്റിന്മേൽ തട്ടി പിന്നീട് ഐസ്ലാൻഡ് താരത്തിന് ആ ഒരു പന്ത് ലഭിക്കുകയാണ്. അർജന്റീന ആരാധകരൊന്ന് ആവേശപ്പെടാൻ നിൽക്കുകയായിരുന്നു. നിർഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല. അങ്ങനെ മെസ്സി കളിക്കളത്തിലോട്ട് ഇറങ്ങുകയാണ്. തൻ്റെ ഫസ്റ്റ് ടച്ച് തന്നെ ഐസ്ലാൻഡ് താരങ്ങളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ത്രൂ പാസ് ലൗതാരോക്ക് കൊടുക്കുകയാണ്. ലൗതാരോ ചിപ്പ് ചെയ്തെങ്കിലും അത് വെളിയിലോട്ട് പോവുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഗോൾ കീപ്പർ ലൗതാരോയെ സ്ലൈഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് അർജന്റീനക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിക്കുകയാണ്. പെനാൽറ്റി എടുക്കുന്നത് അവരുടെ രാജാവായ ലയണൽ മെസ്സി. മെസ്സി അത് അനായാസം ഗോൾ സ്കോർ ചെയ്യുകയാണ്. അതെ, അർജന്റീന ആരാധകരെ ഒരുപോലെ ആവേശപ്പെടുത്തുന്ന ഒരു നിമിഷമാണ്. കാരണം ഗോൾ സ്കോർ ചെയ്തത് വെറുമൊരു താരമല്ല, അവരുടെ മിശിഹയാണ്. മെസ്സി നേരെ ഡീപോളിലോട്ട്, ഡീപോൾ അൽമാഡ ഈസി ഗോൾ സ്കോർ ചെയ്യുകയാണ്. തിയാഗോ അൽമാഡ അർജന്റീനക്ക് വേണ്ടി 3ാമതൊരു ഗോൾ സ്കോർ ചെയ്യുകയാണ്. സ്കോർ ബോർഡ് നോക്കുകയാണെങ്കിൽ 3-0 എന്ന സ്കോറിൽ അർജന്റീന വിജയിച്ച് നിൽക്കുകയാണ്. ഐസ്ലാൻഡുമായുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ 3-0 എന്ന സ്കോറിൽ തകർപ്പൻ വിജയം കൈക്കലാക്കുകയാണ് അർജന്റീന. 2026 വേൾഡ് കപ്പിലോട്ട് രാജകീയമായി അർജന്റീന തങ്ങളുടെ വിജയം സ്വന്തമാക്കിക്കൊണ്ട് വരികയാണ്. അവരെ ഭയക്കണം. അർജന്റീന പൊളിച്ചെടുക്കാൻ 2026 വേൾഡ് കപ്പിലോട്ട് വരികയാണ്. മെസ്സിയും സംഘവും വേൾഡ് കപ്പ് സ്വന്തമാക്കുമോ? നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.